സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ഇക്വേഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലായല്ലോ, v = u + at. അതൊരു ഗ്രാഫ് നമ്മൾ ഉണ്ടാക്കി. അതുപോലെ സെയിം ഗ്രാഫിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ഇക്വേഷനും കൂടി ഉണ്ടാക്കാം. അപ്പം ഈ ഓരോ ഇക്വേഷൻസിന്റെയും ലോജിക്കൽ സൈഡ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കൊരു യൂണിഫോംലി ആക്സലറേറ്റഡ് മോഷന്റെ കാര്യം മാത്രമേ ഈ ഇക്വേഷൻസ് വെച്ചിട്ട് പറയാൻ സാധിക്കൂ. അതേപോലെ തന്നെ ഓരോ ഇക്വേഷൻസും ഓരോ റിലേഷൻസ് ആയിരിക്കും. എന്ന് പറയാൻ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഇപ്പൊ v = u + at എന്നൊരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ അവിടെ ആക്സലറേഷന്റെ വാല്യൂ വേണം, ടൈമിന്റെ വാല്യൂ വേണം, ഇനീഷ്യൽ വെലോസിറ്റിയുടെ കണ്ടീഷൻ വേണം, ഫൈനൽ വെലോസിറ്റിയുടെ കണ്ടീഷനും വേണം. ഈ 4 എണ്ണവും ചേരുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ആ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അതുപോലെ നമുക്ക് ആ ഒരു വാല്യൂസിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടും. കാരണം അവിടുന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താനുള്ള ഒരു കണ്ടീഷൻ നമുക്ക് അതിനകത്ത് ഇല്ല. അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ആണ്. അതും അതേ ഗ്രാഫിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ആ ഇക്വേഷൻ ഞാനൊന്ന് ഇവിടെ എഴുതാം. ഇവിടെ ചെറിയൊരു പ്രിന്റിങ് കറക്ഷൻ ഉണ്ട്. സോ ഇവിടെ ഒരു t² കൂടി ഉണ്ട്. ½ t² ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം അത് എന്താണ്, എങ്ങനെയാണ് ആ ഇക്വേഷൻ എടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ റൂട്ടുകളെല്ലാം നമ്മൾ പഠിപ്പിച്ചിരുന്നു. നാളെ നിങ്ങൾക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓരോ ഗ്രാഫുകളും ഓരോരോ ലക്ഷ്യമാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഉദ്ദേശം ആ ഗ്രാഫിൽ നിന്നും എന്ത് കണ്ടെത്തലാണ്, ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്തലാണ്. അപ്പൊ നമുക്ക് വരയ്ക്കാം. സോ ദിസ് ഈസ് ദ ഗ്രാഫ് വിച്ച് ഐ ഓൾറെഡി കൺസ്ട്രക്റ്റഡ്. Hope you remember the last graph. അപ്പൊ ഈ ഗ്രാഫിനകത്ത് നിങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയൊന്ന് മാർക്ക് ചെയ്യാം. ഇത് നിങ്ങളുടെ യു പോയിന്റ്, ഇത് t സമയം എത്രയാണ്, 0 ആകുന്ന പോയിന്റ്. ഇനി നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ്, അത് ഞാൻ മാർക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഇത് നിങ്ങളുടെ ടൈം, ഇത് നിങ്ങളുടെ ടൈം ലിമിറ്റ്, ഇത് നിങ്ങളുടെ ഇനീഷ്യൽ വെലോസിറ്റി ലിമിറ്റ്, ആൻഡ് ഹിയർ ഇറ്റ് ഈസ് യുവർ ഫൈനൽ വെലോസിറ്റി ലിമിറ്റ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളുടെ ഡെറിവേഷനിൽ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഈ കാണിച്ചിരിക്കുന്നത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫാണ്. നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കിട്ടേണ്ടതെങ്കിൽ ഈ ഗ്രാഫിന്റെ ഏരിയ കണ്ടെത്തിയാൽ മതി. ഏരിയ അണ്ടർ ദി ഗ്രാഫ്. ഏരിയ അണ്ടർ ദി ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാം, അതിന്റെ ഏരിയ, ഒരു റെക്ടാങ്കിൾ കാണാം, അതിന്റെ ഏരിയ. ഇത് രണ്ടും കൂടി അങ്ങോട്ട് കൂട്ടുക. ഏരിയ അണ്ടർ ദി ഗ്രാഫ്, ഈ ലൈൻ കണ്ടല്ലോ നിങ്ങൾ, ഇതിന് താഴെയുള്ള മൊത്തം ഏരിയ കേട്ടോ. എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ കണ്ടെത്താൻ പറ്റുക അങ്ങനെ കണ്ടെത്തിയാൽ മതി. അപ്പൊ ഞാനിപ്പോ നോക്കുമ്പോൾ ഒരു ട്രയാങ്കിളും റെക്ടാങ്കിളും ആകുമ്പോൾ കുറച്ച് ഈസിയാണ്. ഓക്കെ, ഇനി ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ അല്ലേ, നമുക്കറിയാം A1 = എന്താണ്, ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിൾ, ഏരിയ ഓഫ് ട്രയാങ്കിൾ. നമ്മളൊരു ഇക്വേഷൻ അതിന് ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിരിക്കുന്നത് ½ ഓർക്കുന്നുണ്ടല്ലോ, ½ b is the base, h is the height. ഓക്കെ, അതുപോലെ തന്നെ A2, ആ ഏരിയ എത്ര ഉണ്ടാവും, ½ ബേസ് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ഈ ലെങ്ത് ആണ് ബേസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കുന്നത്. ഏത് ലെങ്ത് ആണ്, നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന ലെങ്ത് ആണ് നിങ്ങൾ ബേസ് ആയിട്ട് കണക്കാക്കുന്നത്. സോ ദിസ് ഈസ് യുവർ ബേസ്. സി, ദിസ് ഈസ് യുവർ ബേസ്. ഓക്കെ, ആ ബേസ് എന്താണ്, നിങ്ങൾ ടൈം ഡിഫറൻസ് ആ t-0 ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നേരെ ആ ബേസിന്റെ അവിടെ ഇങ്ങനെ എഴുതി വെക്കും, ½ × t × h എന്ന് പറയുന്നത് ആ ട്രയാങ്കിളിന്റെ ഹൈറ്റാ. അതെന്ന് പറഞ്ഞാല് v - u ആ. കാരണം ഇവിടുന്ന് ഇവിടെ വരെ v ആണ്, അതായത് ഇത്രയും ഡിസ്റ്റൻസ് v ആണ്, ഇത് u ആണ്. അപ്പൊ h കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, vന്ന് u അങ്ങ് കുറച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ഇതിന് എന്ത് ചെയ്യും, v - u എന്ന് എഴുതും. ഓക്കെ, v - u. ഇനി നിങ്ങൾ തൊട്ട് മുമ്പ് പഠിച്ച ഇക്വേഷൻ എഴുതുന്നു, v = u + at. ഈ കാണുന്ന ഇക്വേഷന് v - u എന്താണെന്ന് പറഞ്ഞേ. അപ്പം വളരെ ഈസി ആയിട്ട് കിട്ടിയല്ലോ, at. v - u is at. സബ്സ്റ്റിറ്റ്യൂട്ട് there. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, this is equal to ½ × t × at. So your answer is ½ at².
So you got the answer now. Area of triangle is half AT square. കിട്ടി. ഈ കാണുന്ന A1ന്റെ ഏരിയ മാർക്കറ്റ്. മനസ്സിലായല്ലോ ഞാൻ എന്താ ചെയ്തെന്നുള്ളത്? ഓക്കെ. ഇനി രണ്ടാമത്തത് ആരാണ്? നമ്മളുടെ A2 എന്ന് പറയുന്നത്. A2 എന്ന് പറഞ്ഞിരിക്കുന്നത് A2 is equal to, നമുക്ക് എന്ത് ചെയ്യാം? A2 എന്ന് പറയുന്നത് ഏരിയ ഓഫ്, അതിന്റെ ഷേപ്പ് നോക്ക്, ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ അല്ലേ? എന്താണ്? റെക്റ്റാങ്കിളിന്റെ ഏരിയ ആണ്. റെക്റ്റാങ്കിൾ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ആണ്. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചിരിക്കുന്നത്. അപ്പൊ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എന്ന് പറഞ്ഞ ഇതല്ലേ, അത് ടി തന്നെയാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതിനെ ടി എന്നിട്ട് കൊടുത്തു. ടി ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അത് യു ആണ്. അപ്പൊ എന്ത് ചെയ്തു? ഇൻറ്റു യു എന്നിട്ട് കൊടുത്തു. സോ യു ഗോട്ട് യു ഇൻറ്റു ടി ആസ് A2. അപ്പൊ റെക്റ്റാങ്കിളിന്റെ ഏരിയ യു ഇൻറ്റു ടി എന്ന് കിട്ടി. ഇനി എന്താ വേണ്ടത്? ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ടോട്ടൽ ഏരിയ അല്ലെങ്കിൽ ആ കാണുന്ന വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഞാൻ ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന സിമ്പിൾ കൊടുക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു A1 പ്ലസ് A2. അപ്പൊ A2 ഞാൻ ആദ്യം എഴുതി യു ടി പ്ലസ് നമുക്ക് എന്ത് കിട്ടി? ഹാഫ് AT സ്ക്വയർ. അപ്പോൾ എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? ഇക്വേഷൻ യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ ഇനി മുതൽ നിങ്ങൾക്ക് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കണം. ക്വസ്റ്റ്യനിൽ ഇനീഷ്യൽ വെലോസിറ്റി തരുന്നുണ്ട്, ടൈം തരുന്നുണ്ട്, ആക്സലറേഷൻ തരുന്നുണ്ട്. എങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഈ ഇക്വേഷനിലിട്ട് നമുക്ക് മനോഹരമായിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം രണ്ടാമത്തെ ഇക്വേഷൻ യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ. അപ്പൊ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ ഉണ്ടാക്കി അതേ ഗ്രാഫിൽ നിന്നും തന്നെയാണ് ഞാൻ രണ്ടാമത്തെ ഇക്വേഷനും ഉണ്ടാക്കിയിരിക്കുന്നത്. ഫൈൻ, യെസ്. അപ്പൊ നമുക്കിനി അടുത്ത ഇക്വേഷനും കൂടെ നോക്കാം. എന്താണ് അടുത്ത ഇക്വേഷൻ നമ്മൾ നോക്കുക? സോ ലെറ്റ്സ് സീ തേർഡ് ഇക്വേഷൻ. Say this is your third equation. V square minus U square is equal to 2AS. ഇവിടെ ടൈം എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി ഇക്വേഷനിലില്ല. കാരണം ആദ്യത്തെ രണ്ട് ഇക്വേഷൻസും നിങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ടൈം അറിഞ്ഞിരിക്കണം അല്ലേ? ടി എന്ന് പറയുന്നതിന്റെ വാല്യൂ അറിഞ്ഞാലേ ഉള്ളൂ ആ ഇക്വേഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ടി അറിയല്ല, ടി ഇല്ല. ടി ഇല്ലാതെ നമുക്ക് എങ്ങനെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താൻ പറ്റും അല്ലെങ്കിൽ വെലോസിറ്റി കണ്ടെത്താൻ പറ്റും എന്ന് ചോദിച്ചാൽ അതിനുള്ള ഒരു പോം വഴിയാണ് ഈ ഇക്വേഷൻസ്. കാരണം ഈ ഇക്വേഷൻ നോക്കിയാൽ തന്നെ ഇപ്പൊ കൊച്ചിന് മനസ്സിലായി വി എന്താ, യു എന്താന്നൊക്കെ അറിയാം, എസ് എന്താണെന്നറിയാം, എ എന്താണെന്നറിയാം. ഇതിൽ ടൈം ഇല്ല. അപ്പൊ ഈ ടൈം ഇല്ലാത്തൊരു കേസ് പറയുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് ആൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സെയിം ഗ്രാഫ് ഒന്നുകൂടി നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഓക്കെ, സെയിം വെലോസിറ്റി ടൈം ഗ്രാഫ് നമുക്ക് ഒന്നും കൂടി കൺസ്ട്രക്ട് ചെയ്യാം. ആ കൺസ്ട്രക്ഷനിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യും? ഏരിയ തന്നെ എടുക്കും. സോ ദിസ് ഇസ് യുവർ ഗ്രാഫ്. ഇവിടെ നിങ്ങൾ വീണ്ടും ചെയ്യാൻ പോണത് ഇവിടെ എന്ത് കണ്ടെത്തലാണ്? ഏരിയ കണ്ടുപിടിക്കാൻ തന്നെയാണ് നിങ്ങൾ പോണത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ഈ കാണിച്ചിരിക്കുന്ന സ്ലോപ്പ്, ഈ കാണുന്നതിന്റെ ഏരിയ, ഇത് കണ്ടെത്താൻ പോവാണ്. ഇത് കണ്ടെത്താൻ നിങ്ങൾ നേരത്തെ പറഞ്ഞ സ്ട്രാറ്റജി തന്നെയാണ് ഉപയോഗിക്കുന്നത്, മാറ്റമൊന്നുമില്ല. ഇത് യു ആണ്, ഇവിടെ വി ഉണ്ട്, ഇത് ടി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് വെറുതെ എഴുതാം. എന്താണ്? ഏരിയ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് എന്താണ്? ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് എന്താണ്? റെക്റ്റാങ്കിൾ അല്ലേ? ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ദാറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് അല്ലെ? ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ നിങ്ങളുടെ ഇക്വേഷൻ എന്തായിരുന്നു? യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നല്ലായിരുന്നു അല്ലെ? യു ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ എന്നായിരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്
ഓക്കെ, ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല നിങ്ങൾ ഏരിയ ആയിട്ട് കണ്ടെത്തി. ഇവിടെ ടി എന്ന് പറയുന്ന ടേമിനെ അങ്ങ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് റീറൈറ്റ് ചെയ്യുക. ഓക്കെ, ടി എന്ന ടേമിന് റീറൈറ്റ് ചെയ്യുക. ടി എന്ന ടേമിന് റീറൈറ്റ് ചെയ്യാൻ എങ്ങനെയാണ്? നിങ്ങൾ ഒന്നാമത്തെ ഇക്വേഷനിൽ പഠിച്ചു വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പഠിച്ചല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി. അങ്ങനെയെങ്കിൽ ടി ഇസ് ഈക്വൽ ടു എന്താണ്? വി മൈനസ് യു ബൈ എ. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷനിൽ ആരുണ്ടാവരുത്, ടൈം ഉണ്ടാകരുത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ് ഇത്, അതിനകത്ത് ടൈം ഉണ്ടാകരുത്. ടൈം ഉണ്ടാവാതിരിക്കണമെങ്കിൽ ആ ടൈമിന്റെ വാല്യൂ എടുത്തിവിടെ കൊടുത്തു. ഞാൻ എന്താ നോക്കിക്കോ, വിച്ച് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു ടിയുടെ സ്ഥാനത്ത് ആ വാല്യൂ കൊടുത്തു, വി മൈനസ് യു ഡിവൈഡഡ് ബൈ എന്താണ് എ എന്നിട്ട് കൊടുത്തു. ഓക്കെ, ദെൻ പ്ലസ് ഹാഫ് ഇൻറ്റു എ ഇൻറ്റു അവിടെ ഞാൻ വി മൈനസ് യു ബൈ എ സ്ക്വയർ. ഓക്കെ, ഇനി ഒരുപാട് കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ള സ്ഥലമായതുകൊണ്ട് ഞാനതൊന്ന് ഇലാബറേറ്റ് ചെയ്യാൻ പോവാണ്. ഈ യുവിനെ വി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, യു വി മൈനസ് യു സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എ. മനസ്സിലായോ? യു ഇൻറ്റു വി, യു വി മൈനസ് യു ഇൻറ്റു യു, ദാറ്റ് ഇസ് യു സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എ. ഇനി ഇവിടെ എന്ത് ചെയ്യുവാണ്? പ്ലസ് എ ബൈ ടു ഇൻറ്റു ഇവിടെ ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, എ മൈനസ് ബി ഹോൾ സ്ക്വയർ പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എഴുതാം, ബി സ്ക്വയർ മൈനസ് എന്താണ് ടു വി യു പ്ലസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്ത് നമുക്ക് ഈ ടേം അങ്ങ് കട്ട് ചെയ്തേക്കാം. ഏതാണ്? എ സ്ക്വയറും എ അങ്ങ് കട്ട് ചെയ്തേക്കാം. ഇനി എന്താ ബാക്കിയുള്ളത് നോക്ക്, യു വി മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ എ എന്ന് ഫസ്റ്റിൽ ബാക്കി. രണ്ടാമത്തിനകത്ത് വി സ്ക്വയർ മൈനസ് ടു യു വി പ്ലസ് യു സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ഈ ടു ഉണ്ടാവും, ഒരു എ അവിടെ ഉണ്ടാവും, 2a. ഇനി LCM എടുക്കുക എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണ്. എന്താ LCM എടുക്കുക? ഇതിന് താഴെ എ ആ ഉള്ളത് അല്ലേ, ഇവിടെ 2a ആ ഉള്ളത്. അപ്പൊ നമുക്ക് 2a എന്നാക്കാം മൊത്തത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതും, 2 ഇൻറ്റു യു വി മൈനസ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് 2uv പ്ലസ് യു സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2a. മനസ്സിലായോ? കാരണം ഇതിന്റെ താഴെ എ അല്ലേ ഉള്ളൂ. അപ്പം ആ എ ഉള്ള ഒരു ടേമിന് 2a എന്നാക്കുമ്പം ആ 2 ഞാൻ എന്ത് ചെയ്യണം, മേലെ ഇട്ട് കൊടുത്തേക്കണം. അപ്പൊ അത് പഴയതുപോലെ തന്നെ സെയിം സ്റ്റാറ്റസ് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമുക്കിത് ഒന്ന് കൺക്ലൂഡ് ചെയ്തേക്കാം. മറന്നു പോകരുത്, ഇതിന്റെ LHSൽ S ആണുള്ളത്, മറക്കരുത് കേട്ടോ. ഇനി ആ ബ്രാക്കറ്റ് ഒക്കെ ഒന്ന് ഒഴിവാക്കി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. S is equal to 2uv minus 2u square, okay, plus v square minus 2uv. എഴുതാം, S is equal to 2uv minus 2u square plus v square minus 2uv plus u square whole divided by 2a. ഇതില് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന എല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്തേക്കുക. ഇതിനകത്ത് മൈനസ് 2uv പ്ലസ് 2uv ക്യാൻസൽ ആയി. ഓക്കെ ഓക്കെ. ഇനി മൈനസ് 2u സ്ക്വയർ ഉണ്ട് പ്ലസ് 2u സ്ക്വയർ ഉണ്ട്, അത് മൈനസ് യു സ്ക്വയർ ആയിട്ട് ബാക്കി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതും, S is equal to യു സ്ക്വയർ, ഇവിടെ ഒരു മൈനസ് യു സ്ക്വയർ ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ എഴുതാം, S is equal to വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a. ഓക്കെ, പറഞ്ഞു പോണ്ട. മൈനസ് 2u സ്ക്വയറും പ്ലസ് യു സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോൾ മൈനസ് യു സ്ക്വയർ ബാക്കി ഉണ്ടാവുക. പിന്നെ ഓൾറെഡി വി സ്ക്വയർ അവിടെ ഉണ്ടല്ലോ, പ്ലസ് വി സ്ക്വയർ, അത് ഇങ്ങനെ എഴുതി. അങ്ങനെയാണെങ്കിൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as എന്ന് കിട്ടും. Now just have a look what is there in the heading. So your heading is
വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. അപ്പോൾ ഒരു ഇന്റലിജന്റ് കാൻഡിഡേറ്റിന് ഈ മൂന്നാമത്തെ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ഇക്വേഷനിൽ കണ്ടുപിടിച്ച ടോട്ടൽ ഏരിയ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടിയിരിക്കുന്നതിനകത്ത് ടൈമിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. യു വിൽ ഗെറ്റ് ദ തേർഡ് ഇക്വേഷൻ. ബാക്കിയെല്ലാം ന്യൂമറിക്കൽ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം നമ്മുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്യും. Okay, if you are not able to do it on like this, you can write maximum steps whatever you want. കേട്ടോ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇക്വേഷൻസിനെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ളത്. ഇനി എന്താണ് ഈ ചാപ്റ്ററിന്റെ എൻഡിലേക്ക് നീങ്ങുമ്പം നമ്മൾ ഓൾമോസ്റ്റ് അടുത്തു തുടങ്ങി കേട്ടോ. 3 ഇക്വേഷൻസ് ആയി. ഇനി നമുക്കിതിനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീറൈറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ബോഡിക്ക് ഒരു ആക്സലറേഷൻ കൊടുത്തു അല്ലെ. ആ കൊടുത്തിരിക്കുന്ന ബോഡിയുടെ ആക്സലറേഷൻ ഞാൻ കൊടുത്തതാണല്ലോ അല്ലെ, പുറമേന്ന് ഞാൻ കൊടുത്തതാ. അങ്ങനെ വരുമ്പം ഇതേ എന്താണ് ഇക്വേഷൻസ് നമുക്ക് കൊടുക്കാം. മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അതൊരു കേസാണ്. ഇങ്ങനെ പറയുമ്പോൾ ഇത്രയേ ഓർക്കേണ്ട കാര്യമുള്ളൂ. ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ജി ആയിരിക്കും. ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. അപ്പൊ നമ്മൾ ഈ എന്താണ് ഉയരമുള്ള വസ്തുക്കൾ അല്ലെ, ഉയരമുള്ള വസ്തുക്കൾ താഴോട്ട് വീഴുന്ന സമയത്ത് ഇതിനെ താഴോട്ട് വലിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ആ ഫോഴ്സ് കാരണമാണ് അതിന് ആക്സലറേഷൻ. അപ്പൊ നമ്മൾ തള്ളുന്നു, ഫോഴ്സ് കൊടുത്തു, അപ്പൊ ഒരു ആക്സലറേഷൻ കിട്ടി എന്ന് പറഞ്ഞതുപോലെ വസ്തുക്കൾ വീഴുമ്പോഴെന്ത് ചെയ്യും? എർത്തിന്റെ ഫോഴ്സ് അവിടെ ഉണ്ടാവും. ആ ഫോഴ്സ് കാരണം അയാൾക്ക് എന്തുണ്ടാവും? ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ആ ആക്സലറേഷൻ ജി ആണ് കേട്ടോ. അങ്ങനെയെങ്കിൽ നമ്മൾ ഇതുവരെ എഴുതിയ ഇക്വേഷൻ ഒക്കെ ഇതാ നമ്മൾ ഇങ്ങനെ എഴുതാം. അപ്പൊ ബോഡി വീണുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, 2 ടൈപ്പിലാണല്ലോ നമുക്ക് ഉണ്ടാവുക. വീണുകൊണ്ടിരിക്കുവാണ് എന്ന് കരുതുക. വീണുകൊണ്ടിരിക്കുവാണെങ്കിൽ നമ്മൾ ആ കാണിച്ചിരിക്കുന്ന കേസിൽ നമ്മൾ 2 കോളം ഉണ്ടാക്കുക. ഓക്കെ, നമുക്ക് ആ കേസ് എന്താന്ന് ചോദിച്ചാൽ, ഒന്ന് എന്താണ്? ഡൗൺ ആണ്, മോഷൻ ഡൗൺവേർഡ് ആണ്. മോഷൻ അപ്വേർഡ് ആണ്. ഓക്കെ, അപ്പൊ ഡൗൺവേർഡ് ആണെങ്കിൽ വി ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ടി എന്ന് എഴുതാം. ഓക്കെ, അപ്വേർഡ് ആണെങ്കിൽ വി ഇസ് ഈക്വൽ ടു യു മൈനസ് ജി ടി എന്ന് എഴുതാം. ഡിസ്പ്ലേസ്മെന്റ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് എന്താണ്? ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതുക. അങ്ങനെയാണ് എസ് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് എഴുതുക. ഈ എസിന് പകരം എച്ച് ഹൈറ്റ് എന്നാക്കിയാൽ മതി. അതുപോലെ വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2a 2g h എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ മൈനസ് 2gh ആണ്. ഇനി നമുക്ക് ഫൈനലായിട്ട് ഒറ്റ ഇക്വേഷൻ പഠിക്കാനുണ്ട്. nth കേസിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ നമുക്ക് ആ nth കേസിന്റെ ഇക്വേഷൻ എസ് എൻ ഇസ് ഈക്വൽ ടു യു പ്ലസ് ജി ബൈ 2 ഇൻറ്റു 2n-1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എസ് എൻ ഇസ് ഈക്വൽ ടു യു മൈനസ് ജി ബൈ 2 ഇൻറ്റു 2n-1 എന്ന് പറഞ്ഞ് മാറ്റാം. ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചാൽ 4മതൊരു ഇക്വേഷനും കൂടെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ 10 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നതും 10ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരവും വ്യത്യാസമുണ്ട്. കാരണം 10 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ടൈമാണ് 10 സെക്കൻഡ്. 10ാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ആ 1 സെക്കൻഡാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 9 സെക്കൻഡ് വരെയുള്ള ആ ഒരു കേസ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് കിട്ടുന്നതാണ്. അതുകൊണ്ട് അത്തരം കേസുകൾ ഡിസ്പ്ലേസ്മെന്റിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷനാണ് യു പ്ലസ് എ ബൈ 2 ഇൻറ്റു 2n-1 എന്നൊരു ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇത് എന്തിനാന്ന് ചോദിച്ചാൽ nth കേസ് പറയാനാണ് കേട്ടോ. ഇതും നമുക്ക് എന്താണ് ഡിറൈവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത്രയൊന്നും നമ്മൾ ചെയ്യുന്നത് തൽക്കാലം ഈ ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. എന്താണ് nth കേസിന്റെ ഇക്വേഷൻ ആണിത്. അപ്പൊ ഇവിടെയൊക്കെ എയുടെ സ്ഥലത്ത് നേരെ ജി എടുത്തിട്ട് കൊടുത്താൽ അത് മോഷൻ അണ്ടർ എന്തായിട്ട് മാറും? ഗ്രാവിറ്റി ആയിട്ട് മാറും. അത്രേ പണിയുള്ളൂ. ബാക്കിയെല്ലാം എന്താണ്? സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് ഏത് കേസ് കിട്ടിയാലും ഡൗൺ ആണ് അപ്പാണ്. പിന്നെ ഇവിടെ ഞാൻ ഡൗൺവേർഡ് ആകുമ്പം
ഈ കാണുന്നത് പ്ലസ് ഇട്ടു, അപ്പാകുമ്പോൾ എന്തുകൊണ്ട് മൈനസ് ഇട്ടു എന്ന് ചോദിച്ചാൽ, ഏതൊരു ബോഡിയെ സംബന്ധിച്ചും നമ്മൾ അതിന് ഇനീഷ്യൽ വെലോസിറ്റി മേലോട്ടാണ് കൊടുക്കുക, അപ്വേർഡ് മോഷനിൽ മേലോട്ടാണ് കൊടുക്കുക അല്ലേ. അത് മേലോട്ട് കൊടുത്തപ്പോൾ അത് പോസിറ്റീവായിട്ട് എടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എപ്പോഴും താഴോട്ടാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ മേലോട്ട് കൊടുത്തത് പോസിറ്റീവ് ആക്കി എടുക്കുവാണെങ്കിൽ താഴോട്ടുള്ളതൊക്കെ എന്താക്കണം, നെഗറ്റീവ് ആക്കേണ്ടത് ഫിസിക്സിൽ ഒരു ബേസിക് റൂളാണ് വെക്ടറിന്റെ കണ്ടീഷൻ പറയുമ്പോൾ. കാരണം ആക്സിലറേഷൻ എന്ത് ക്വാണ്ടിറ്റിയാണ്, ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പം ഡൗൺവേർഡ് ആണെങ്കിൽ എന്തുകൊണ്ട് പ്ലസ്, കാരണം ഇത്രയേ ഉള്ളൂ, ഡൗൺവേർഡ് മോഷനിൽ ബോഡി വീണുകൊണ്ടിരിക്കുകയാണ്, മേലോട്ടല്ല നമ്മളത് വീഴുവാണ്. വീഴുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി താഴോട്ട് തന്നെയാണ്, ആക്സലറേഷൻ താഴോട്ട് തന്നെയാണ്. അവിടെ നമുക്ക് എന്ത് പറയാം, ഫോളിങ്ങിലാണ് പറയുന്നത് കേട്ടോ. മേലോട്ട് പോയിട്ട് താഴോട്ട് വീഴുകയാണ് എങ്കിൽ മേലോട്ട് പോയിട്ട് ആ വെലോസിറ്റി 0 താഴോട്ട് വീഴുള്ളൂ. അപ്പൊ വീഴുന്ന മൊമെന്റിൽ അതിന് ഇനീഷ്യൽ വെലോസിറ്റി താഴോട്ട് തന്നെയാണ്, ആക്സലറേഷൻ താഴെ, അതുകൊണ്ട് പ്ലസ് ആയിട്ട് മാറി. അതെ, മറ്റേത് നമ്മൾ താഴേന്ന് എറിയാണ്, ഇനീഷ്യൽ വെലോസിറ്റി താഴേന്ന് മേലോട്ടാണ്, അത് എന്താണ് അവിടെയാണ് മേലോട്ടാണ്. പക്ഷെ അത് ജി അപ്പോഴും എന്താണ് താഴെ, അത് മൈനസ് ആണ്. ഈ ഒരു ലോജിക്കാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തിരിക്കുന്നത്, അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് പ്ലസ് ആകുന്നതും മൈനസ്. അല്ലാണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡൗൺവേർഡ് എന്താണ് നെഗറ്റീവ് ആണെന്നും അപ്വേർഡ് പോസിറ്റീവ്, അല്ലെങ്കിൽ ഡൗൺവേർഡ് പോസിറ്റീവ് ആണെന്നും അപ്വേർഡ് നെഗറ്റീവ് ആണെന്നും കാണപ്പെടാൻ പഠിക്കരുത്. യുടെ ഡയറക്ഷൻ ആണ്. ഇപ്പം എറിയുന്ന സമയത്ത് ഗ്രൗണ്ടിൽ നിന്ന് മേലോട്ട് എറിഞ്ഞു, അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി മേലോട്ട്, ജി താഴോട്ട്, അപ്പൊ അവർ ഓപ്പോസിറ്റ് ആണ്, -2 കൊടുത്തു. ഇനി മേലെ പോയി താഴോട്ട് വീണ് തുടങ്ങുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി താഴോട്ട്, ആക്സിലറേഷൻ താഴോട്ട്, രണ്ടും പ്ലസ് ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ കാണിച്ചിരിക്കുന്ന കണ്ടീഷൻസ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് എന്ത് നമുക്ക് നോക്കാം, നമുക്ക് നോക്കാം ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ കുറേ ഗ്രാഫുകൾ നിങ്ങളുടെ മുന്നിൽ വരും. ആ ഗ്രാഫുകൾ നോക്കിയിട്ട് മോഷൻ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഏകദേശം നിങ്ങൾക്ക് ഇതിന്റെ പിക്ചറൊക്കെ ഞാൻ തന്നു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പറയാം, ഒരു ബോഡി റസ്റ്റിലാണെങ്കിൽ അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് എങ്ങനെ ചെയ്യും? റസ്റ്റിലാകുമ്പോൾ പൊസിഷൻ മാറൂലല്ലോ, കണ്ടില്ലേ, സ്ലോപ്പ് 0 ആയിരിക്കും. ഇനി വെലോസിറ്റി ആണ്, വെലോസിറ്റി ഇല്ലല്ലോ, ആക്സലറേഷനും ഇല്ലല്ലോ, മൊത്തം 0 ആയിരിക്കും. അതുകൊണ്ട് റസ്റ്റിലുള്ള ബോഡിയുടെ പൊസിഷൻ ടൈം ഗ്രാഫും അതുപോലെ തന്നെ എന്താണ് വെലോസിറ്റി ടൈം ഗ്രാഫും ആക്സലറേഷൻ ടൈം ഗ്രാഫും ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി ബോഡി കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോവാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ആക്സലറേഷൻ 0 ആയിരിക്കും. അപ്പം സ്ലോപ്പ് ഓഫ് ദി വെലോസിറ്റി ടൈം ഗ്രാഫ് 0 ആയിരിക്കും. കറക്റ്റാ, കണ്ടില്ലേ, ഇതാണ് നമ്മളുടെ എന്ത് പൊസിഷൻ ടൈം ഗ്രാഫ്, ഇതാണ് ആക്സൽ. കാരണം ആക്സലേഷൻ 0 ആകുമ്പോൾ അത് ഉണ്ടാവില്ലല്ലോ, നമുക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ആക്സലറേഷൻ, അപ്പൊ അതിന്റെ പൊസിഷൻ ഇങ്ങനെ കൂടും, വെലോസിറ്റി കൂടും, ആക്സലറേഷൻ ഇസ് എ കോൺസ്റ്റന്റ്, കാരണം കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് മോഷൻ വിത്ത് കോൺസ്റ്റന്റ് ഡീസലറേഷൻ, ഈ പറഞ്ഞ ഗ്രാഫ് എല്ലാം തിരിച്ചു വരച്ച എന്തായി, അത് ഡീസലറേഷനുമായി. അപ്പം ഇത്രയും ഗ്രാഫിക്കൽ കേസുകളാണ് നമുക്കുള്ളത്. അപ്പോൾ പൊസിഷൻ ടൈം ഗ്രാഫ് ഉണ്ട്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഉണ്ട്, ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഉണ്ട്. ഈ ഓരോ ഗ്രാഫിൽ നിന്നും ഉത്തരങ്ങൾ കൊടുക്കാം. ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് വെലോസിറ്റി, വെലോസിറ്റിയുടെ സ്ലോപ്പ് ആക്സലറേഷൻ, അല്ലെ, ഇങ്ങനെയാണ് നമ്മൾ പോണത്. ഇനി വെലോസിറ്റിയുടെ എന്താണ് ഏരിയ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ, ഡിസ്പ്ലേസ്മെന്റ് തിരിച്ചിട്ടും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, വളരെ നന്നായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈനിന്റെ ബോർഡ് ബോസ് സെഷൻ നമ്മളിവിടെ നിർത്തുവാണ്. ഇനി നമുക്ക് കൂടുതലായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാം. ഓക്കെ, കുറേ ഡാറ്റകൾ നിങ്ങളുടെ NCERT സിലബസിൽ നിന്ന് ഡിലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുറേ ഡാറ്റകൾ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അത്തരം കാര്യങ്ങളും കൂടെ പഠിച്ചു വെക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം നമുക്ക് ഭാവിയിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ അത് ഉപകരിക്കുന്നതാണ്. എനി ഹൗ ടിൽ ദെൻ, ബൈ ബൈ.